Hi all, welcome to our channel Multimedia of Science. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ എക്സാമ്പിളിൽ എന്താണ് കാണുന്നത്? എ ബി എന്ന് പറയുന്ന രണ്ട് ബോളുകൾ ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ബോളുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 ബോളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലേക്കാണ് എ ബി എന്ന് പറയുന്ന രണ്ട് ബോളുകൾ വന്നിട്ട് അടിക്കുന്നത്, ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുക? ഇവിടെ നിന്ന് രണ്ട് ബോളുകൾ പോവും. മനസ്സിലായോ? അപ്പോൾ ഒരു ബോളാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് ഒരു സ്ട്രിങ്, അതിൻ്റെ മുകളിൽ കുറച്ച് ബോളുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. വന്നിടിക്കുന്നത് ഒരു ബോളാണ് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്നതും ഒരു ബോൾ. ഓക്കെ, വന്നിടിക്കുന്നത് 2 ബോളാണ് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്നത് 2 ബോൾ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഈ ബോളുകളല്ല കേട്ടോ ഇത്. ഇവിടെ ലാസ്റ്റ് ഏതൊക്കെ 2 ബോളുകളാണ് ഉള്ളത്, ആ 2 ബോളുകൾ എന്ത് ചെയ്യും? കുറച്ചങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് പോവും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത്. ടോട്ടൽ മൊമെൻറ്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇൻ്ററാക്ടിങ് പാർട്ടിക്കിൾ ഈസ് കൺസേർവ്ഡ്. കൺസേർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യലി എന്തുണ്ടോ അത് തന്നെ ഫൈനലിൽ വരുന്നു. ഓക്കെ, അതാണ് കൺസേർവ്ഡ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ മീനിങ്. വെൻ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ വേറൊരു ഡെഫിനിഷനാണ് വെൻ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ദെയർ ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ എന്താ സംഭവിച്ചത്? ഒരു ബോളാണ് വരുന്നതെങ്കിൽ ഒരു ബോൾ തന്നെ തിരിച്ചു പോകുന്നു. അതായത് ഇനീഷ്യലി എന്ത് മൊമെൻറ്റം ഉണ്ടോ, ഇപ്പോൾ ഈ വരുന്ന ബോളിന് എന്തുണ്ടായിരിക്കും? ഒരു മാസ് ഉണ്ടായിരിക്കും, ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും, അല്ലേ? മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദിസ് മാസ് ആൻഡ് വെലോസിറ്റി. സോ മാസ് ഇൻറ്റു വോളിയം, അതാണ് നമ്മുടെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അത് ഇനീഷ്യലി എന്തുണ്ടോ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഫൈനലി കിട്ടും. ഓക്കെ, അതിനർത്ഥം ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് പാർട്ടിക്കിൾ വന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? കൺസേർവ്ഡ് ആയി തന്നെ ഇരിക്കുന്നു. മനസ്സിലായോ? അതിൻ്റെ വേറൊരു ഡെഫിനിഷനായി നമ്മൾ പറഞ്ഞു വെൻ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ആ വരുന്ന ബോളിൻ്റെ മാസും വെലോസിറ്റിയും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ വേറൊരു ഫോഴ്സും ഇപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മൊമെൻറ്റം കൺസർവേഷൻ അവിടെ വരില്ല. അവിടെ യാതൊരു തരത്തിലുള്ള ഫോഴ്സും വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സും അവിടെ ഉണ്ടാവാൻ പാടില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വരില്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത കേസിൽ മൊമെൻറ്റം എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആവും, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആവും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എക്സാമിന് പഠിക്കുമ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിക്കുക. എന്താണ് കാര്യം എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. 2 ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർക്കുക. സംഗതി കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഡെഫിനിഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. മനസ്സിലായോ? സോ നമ്മൾ ഇതിൻ്റെ പ്രൂഫിലേക്കാണ് കിടക്കുന്നത്. സോ പ്രൂഫ് എങ്ങനെയാണ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചത്? അവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്നാണ് നമ്മൾ പഠിച്ചത്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. എന്നിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് എഴുതി എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി, പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. തൽക്കാലം നമുക്കിതിന് എന്തെന്ന് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫോഴ്സ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും വരാത്ത കേസിലാണ് ഈ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എഫ് 0 ആണെങ്കിൽ അത് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ? സോ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും? ഡി പി ബൈ ഡി ടി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി പി ഈസ് ഈക്വൽ ടു 0 അല്ലേ? അതായത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഇപ്പോൾ പി എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വന്നു? 0. അതിനർത്ഥം പി എന്തെന്നാണ്? കോൺസ്റ്റൻ്റ് എന്നാണ്. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും. ഒരു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0 ആയിരിക്കും.
നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 3 വീഡിയോയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ സംഭവം വന്നിട്ടുണ്ടായിരുന്നു, ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്നാണ് അർത്ഥം. അതായത് മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. ഇനീഷ്യൽ മൊമെൻറ്റം എന്ത് തന്നെയാണോ അത് തന്നെ ഫൈനൽ മൊമെൻ്റ് ആയിട്ട് കിട്ടുന്നു. ഇനീഷ്യൽ മൊമെൻറ്റം എന്ത് തന്നെയാണോ അത് തന്നെ നമുക്ക് ഫൈനൽ മൊമെൻ്റമായി കിട്ടുന്നു. അതുതന്നെയല്ലേ പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞു ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. ക്ലിയർ ആയി വിചാരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് കടക്കാം. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. 2 അപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് 2 അപ്ലിക്കേഷൻസ്? ഫസ്റ്റ് വൺ റീകോയിൽ ഓഫ് ഗൺ. ഫസ്റ്റ് വൺ റീകോയിൽ ഓഫ് ഗൺ എന്താണെന്നുള്ളത് പറയാട്ടോ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൊളീഷൻ ഓഫ് 2 ബോഡീസ്. കൊളീഷൻ ഓഫ് 2 ബോഡീസ്. ഓക്കെ, സോ 2 അപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ റീകോയിൽ ഓഫ് ഗൺ, സെക്കൻഡ് വൺ കൊളീഷൻ ഓഫ് 2 ബോഡീസ്. നമുക്ക് ആദ്യത്തെ റീകോയിൽ ഓഫ് ഗൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ റീകോയിൽ ഓഫ് ഗൺ ഇത് നമ്മുടെ ഗണ്ണും ഇത് നമ്മുടെ ബുള്ളറ്റും ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബുള്ളറ്റിനെ ഫയർ ചെയ്യാണ്. ഫയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? സ്വാഭാവികമായിട്ടും ആ ഗൺ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല സിനിമകളിലും അത് കണ്ടിട്ടുള്ളത് തന്നെയാണ്. ബുള്ളറ്റ് ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഗണ്ണിന് എന്ത് സംഭവിക്കുന്നു? ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. സോ ദിസ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ഗൺ, അതിനെയാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത് എന്താണ് ആദ്യം മനസ്സിലാക്കണം. എന്താണ്? തോക്ക് വെച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് തോക്ക് എന്ത് ചെയ്യുന്നു? ബാക്കിലോട്ട് നീങ്ങുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായ ഭാഷയിൽ. ഇനി നമ്മളിത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇവിടെ വരുന്നുണ്ട്, നമ്മൾ ആദ്യം കാണിക്കണം അല്ലേ. ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം സിസ്റ്റം ഐസൊലേറ്റഡ് കണ്ടീഷനിലാണ്, മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇനീഷ്യലുള്ള മൊമെൻറ്റം ഫൈനലുള്ള മൊമെൻറ്റത്തിനോട് ഈക്വൽ ആയിട്ടാണ് വരിക അല്ലേ. ഇനി ഈ ഫയറിങ് ചെയ്യുന്നതിന് മുന്നേ ഫയറിങ് ചെയ്തതിന് ശേഷവും നമുക്ക് നോക്കി നോക്കാം. ഈ ഫയറിങ് ചെയ്തിട്ടില്ല, ഫയറിങ് തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ ബിഫോർ ഫയറിങ് നോക്കുന്ന സമയത്ത് ഇനീഷ്യൽ മൊമെൻറ്റം പ്ലസ് ബുള്ളറ്റ് സിസ്റ്റം ഈസ് ഈക്വൽ ടു 0. അതേപോലെ ഫൈനൽ മൊമെൻറ്റം പ്ലസ് ബുള്ളറ്റ് സിസ്റ്റം ഈസ് ഈക്വൽ ടു 0. ചിലപ്പോൾ ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. അതായത് ഫയർ ചെയ്തിട്ടില്ല, അതിൽ മുന്നേ ഇവരെല്ലാം എന്താണ്? റെസ്റ്റിലാണ്. റെസ്റ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും എന്തില്ല? വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0 ആണ്. അപ്പം മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും 0 ആണ്. അത്രേ എഴുതിയിട്ടുള്ളൂ. മൊമെൻറ്റം 0, ഫൈനൽ മൊമെൻറ്റം 0. എപ്പോൾ? ഫയറിങ്ങിന് മുന്നേ. ഇനി അതല്ല, ഫയറിങ് കഴിഞ്ഞു, ആഫ്റ്റർ ഫയറിങ് നമ്മൾ പറയാണ്. ആഫ്റ്റർ ഫയറിങ് ചെയ്തു കേട്ടോ. ഫയറിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൊമെൻറ്റം കൺസിഡർ ചെയ്യണം. കാരണം എന്താ? രണ്ടും മൂവ് ചെയ്യുന്നു. ഈ ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിനും ഒരു മൂവ്മെൻ്റ് ഉണ്ട്, രണ്ടിനും വെലോസിറ്റി ഉണ്ട്, രണ്ടിനും എന്തുണ്ട്? മൊമെൻ്റ് ഉണ്ട്. പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് ഉദ്ദേശിച്ചത് ബുള്ളറ്റ്. ഓക്കെ, സ്മോൾ ലെറ്റർ ബി എന്ന് ഉദ്ദേശിച്ചത് ബുള്ളറ്റ്, പി എന്ന് ഉദ്ദേശിച്ചത് മൊമെൻറ്റം. സോ ദിസ് മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം ഉണ്ട്. അതേപോലെ കോമയാണ് മൊമെൻറ്റം ഓഫ് ദ ഗൺ പി ജി എന്ന് കൺസിഡർ ചെയ്തു. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റം, ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ്ണ്. സോ പി ബി പി ജി എന്ന് പറയുന്ന 2 മൊമെൻറ്റം കൂടി അവിടെ വരുന്നുണ്ട്. എപ്പോൾ? ആഫ്റ്റർ ഫയറിങ്. മനസ്സിലായോ? സോ നമുക്ക് ഈ 2 എണ്ണം പി ബി പ്ലസ് പി ജി ഇതെന്താണ്? മൊമെൻറ്റത്തിൻ്റെ സമ്മാണ് അല്ലേ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റത്തിൽ പി കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ഫൈനൽ മൊമെൻ്റ് അല്ലേ. നമ്മൾ ആ ഫയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞ് ഉള്ള മൊമെൻറ്റം
ഫൈനൽ മൊമെൻറ്റം ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള പി ബി പ്ലസ് പി ജി എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നതാണ് നമ്മളിത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു 0, ഫൈനൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു പി ബി പ്ലസ് പി ജി. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമ്മളവിടെ കൊണ്ടുവന്നു അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? പി ബി ഇസ് ഈക്വൽ ടു പ്ലസ് പി ജി എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് പി ജി എന്നാവും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? നെഗറ്റീവ് സൈൻ വന്നു അല്ലേ. ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗണ്ണിൻ്റെ ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ്. മനസ്സിലായോ? സോ ഗണ്ണ് റീകോയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ബാക്ക്വേർഡിലേക്ക് മൂവ് ചെയ്യുന്നു. ആ ഒരു സംഗതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിട്ടുള്ളത്. സോ പി ബി ഈസ് ഈക്വൽ ടു മൈനസ് പി ജി എന്നുള്ളതിൽ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഗണ്ണിൻ്റെ റീകോയിലാണ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റീകോയിൽ ഓഫ് ദിസ് ഗൺ. ക്ലിയർ ആയിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട അപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. റീകോയിൽ ഓഫ് ഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം എഴുതുക. എന്താണ്? ഇറ്റ് ഈസ് ദ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദിസ് ഗൺ അല്ലേ. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം സിസ്റ്റം എന്താണ്? ഐസൊലേറ്റഡ് ആണ്. അതായത് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആണ്. ഇനി ബിഫോർ ഫയറിംഗ്, ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ബിഫോർ ഫയറിങ്ങിന് ഇനീഷ്യൽ മൊമെൻറ്റം പ്ലസ് ആ ബുള്ളറ്റിൻ്റെ മൊത്തം സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഫൈനൽ മൊമെൻറ്റോ 0 ആണ്. ദെൻ ആഫ്റ്റർ ഫയറിംഗ് ആവുന്ന കേസിൽ എന്താണ്? പി ബി പി ജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റും ഗണ്ണിൻ്റെ മൊമെൻറ്റും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള, അതായത് പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0, ഫൈനൽ മൊമെൻറ്റം പി ബി പ്ലസ് പി ജി. അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? പി ബി ഈസ് ഈക്വൽ ടു മൈനസ് പി ജി. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? റീകോയിൽ ഓഫ് ഗൺ ബാക്ക്വേർഡിലെ. റീകോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് എന്നാണ്. സോ റീകോയിൽ ഓഫ് ഗൺ അവിടെ സംഭവിക്കുന്നു, ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? എക്സ്പ്രഷൻ ഫോർ റീകോയിൽ വെലോസിറ്റി ആൻഡ് മസിൽ വെലോസിറ്റി. അപ്പോൾ ഈ ബുള്ളറ്റിൻ്റെ മൂവ്മെൻറ്റ് ഫയറിങ്ങിന് ശേഷം അല്ലേ, അതിനെയാണ് നമ്മൾ എന്തെടുത്ത്? പി ബി എന്നെടുത്ത്. പി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയറിങ്ങിന് ശേഷം ബുള്ളറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്തെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇതിന് നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി, അതായത് ചെറിയ മാസ് ചെറിയ വി, അങ്ങനെ സ്മോൾ ലെറ്റർ ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു. എന്തായാലും മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പോൾ ആ ബുള്ളറ്റിൻ്റെ നോക്കൂ, ഇതാണ് നമ്മുടെ ബുള്ളറ്റ്. ആ ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണ്. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ മൊമെൻറ്റം ഓഫ് ദിസ് ബുള്ളറ്റ് ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു എം വി. ഇനി മൊമെൻറ്റം ഓഫ് ദിസ് ഗൺ ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി എന്ന് കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മുടെ ഗണ്ണൊക്കെയാണെന്ന് കൺസിഡർ ചെയ്യണേ. സോ ദിസ് ഗണ്ണിൻ്റെ മാസ് നമ്മൾ ക്യാപിറ്റൽ എം എന്നും വെലോസിറ്റി നമ്മൾ ക്യാപിറ്റൽ വി എന്നും കൺസിഡർ ചെയ്യുന്നു. മനസ്സിലായോ? സോ ക്യാപിറ്റൽ എം ക്യാപിറ്റൽ വി സ്മോൾ എം സ്മോൾ വി. ദെൻ ഈ ഇക്വേഷൻസ് നമ്മൾ എഴുതി. അപ്പോൾ ബുള്ളറ്റിന് ചെറിയ മാസും ചെറിയ വെലോസിറ്റി. ചെറിയ വെലോസിറ്റി എന്ന് ഉദ്ദേശിച്ചത് സ്മോൾ ലെറ്റർ എന്നാണ് കേട്ടോ. ദെൻ ഗണ്ണിൻ്റെ കേസിൽ ക്യാപിറ്റൽ ലെറ്റർ എമ്മും ക്യാപിറ്റൽ ലെറ്റർ വിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ പി ബി ഈസ് ഈക്വൽ ടു മൈനസ് പി ജി എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പി ബി ഈസ് ഈക്വൽ ടു മൈനസ് പി ജി എന്നാണ് നമുക്ക് റീകോയിൽ ഓഫ് ഗൺ ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി ബി ബുള്ളറ്റിൻ്റെ എന്തായിരുന്നു? സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി മൈനസ് ഗണ്ണിൻ്റെ എന്തായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വി അല്ലേ. ഇനി എന്താണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയാം? റീകോയിൽ വെലോസിറ്റി ഓഫ് ദിസ് ഗൺ. അപ്പോൾ ഗണ്ണിനാണ് എന്തുള്ളത്? റീകോയിൽ വെലോസിറ്റി ഉള്ളത്. അപ്പോൾ റീകോയിൽ വെലോസിറ്റി നമ്മൾ പറയുന്നത് ഗണ്ണിനാണ്. സോ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. അപ്പോൾ നോക്കുക, റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. ഗണ്ണിൻ്റെ വെലോസിറ്റി ഏതാണ് ഇതിൽ? ക്യാപിറ്റൽ ലെറ്റർ വി അല്ലേ ഗണ്ണിൻ്റെ വെലോസിറ്റി ആയിട്ട് പറഞ്ഞത്. സോ ക്യാപിറ്റൽ ലെറ്റർ വി ഈസ് ഈക്വൽ ടു, ഇത് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് എം ഇപ്പുറത്തേക്ക് പോകും. സോ മൈനസ് സ്മോൾ ലെറ്റർ എം വി ബൈ ക്യാപിറ്റൽ ലെറ്റർ എം. ഇതാണ് ഇക്വേഷൻ ഫോർ റീകോയിൽ വെലോസിറ്റി ഓഫ് ദിസ് ഗൺ. ഇനി എന്താണ് മസിൽ വെലോസിറ്റി നോക്കാം. മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആരുടെയാണ്? ബുള്ളറ്റിൻ്റെയാണ്. ഓഫ്
ബുള്ളറ്റിൻ്റെ വെലോസിറ്റി നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തത്? സ്മോൾ ലെറ്റർ വി അല്ലേ കൺസിഡർ ചെയ്തത്. സോ സ്മോൾ വി ഇസ് ഈക്വൽ ടു എന്ത്? സ്മോൾ വി നമുക്ക് അറിയണം. സോ നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള എമ്മിനെ എന്ത് ചെയ്യും? അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വി ഡിവൈഡഡ് ബൈ സ്മോൾ എം. മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ മസിൽ വെലോസിറ്റി ആൻഡ് റീകോയിൽ വെലോസിറ്റി. ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഈ എമ്മും വിയും ഒക്കെ ഡൗട്ടാവും. അത് നമുക്ക് ഓർമ്മയിൽ അങ്ങനെ നിൽക്കില്ല. അപ്പം അതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ എടുത്ത് എഴുതി തരാം. എന്തൊക്കെയാണ് സ്മോൾ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്മോൾ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാസ് ഓഫ് ഗൺ, മാസ് ഓഫ് ബുള്ളറ്റ്. കണ്ടില്ല, എനിക്ക് തന്നെ തെറ്റി. ദെൻ സ്മോൾ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദിസ് ബുള്ളറ്റ്. വെറുതെ വെലോസിറ്റി എന്നാണോ? ആ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മസിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന മാസ് ഓഫ് ദിസ് ഗണ്ണിൻ്റെയാണ് ക്യാപിറ്റൽ ലെറ്റർ എം. ദെൻ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ പിന്നെ ഈ ഒരു ഇക്വേഷൻ കൂടിയിട്ട് നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതാവുന്നേ ഉള്ളൂ. ഇതെന്തിനാ ഇപ്പം നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കിതിൽ ഇപ്പോൾ ഒരു 4 സംഭവങ്ങളിൽ ഒരെണ്ണം മാത്രം നമുക്കറിയില്ല, ബാക്കി 3 അറിയാം. പക്ഷെ എന്തറിയണം? ഈ എമ്മും വിയും എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യണതെന്ന് അറിഞ്ഞാലാണ്. ഇക്വേഷൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് അറിഞ്ഞാലല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നോക്കുക. രണ്ടാമത്തെ അപ്ലിക്കേഷൻ കൊളീഷൻ ഓഫ് 2 ബോഡീസ്. എന്താണ് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്? 2 ബോഡീസ് വന്ന് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, കൊളീഷൻ ഓഫ് 2 ബോഡീസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് എ, ഇത് എ ഡാഷ്, ഇത് ബി, ഇത് ബി ഡാഷ്. അതായത് എ എന്ന് പറയുന്ന ഈ ഒരു ബോളിന് മൊമെൻറ്റം പി എ ആണുള്ളത്. കൊളീഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ബിഫോർ കൊളീഷനാണ്, ഇത് ആഫ്റ്റർ കൊളീഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പി എ എന്ന് പറയുന്ന മൊമെൻ്റ് ആണ് ഈ എ എന്ന് പറയുന്ന ബോളിനുള്ളത്. ദെൻ കൊളീഷന് ശേഷം വന്നപ്പോൾ അതെന്തായി? പി എ ഡാഷ് 9. അതായത് അതിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. മനസ്സിലായോ? പി എ ഡാഷ് 9. ദെൻ ഇവിടെയാണെങ്കിലോ ഇതിന് പി ബി ആയിരുന്നു. മൊമെൻറ്റം ഓഫ് ബോൾ ബി എന്ന് പറയുന്നത് പി ബി ആയിരുന്നു. കൊളീഷന് ശേഷം വന്നപ്പോൾ അതെന്തായി? പി ബി ഡാഷായി. അതായത് എന്തോ ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് എന്തായിരുന്നു? ബിഫോർ കൊളീഷൻ ആയിരുന്നു. ഇതെന്തായിരുന്നു? ആഫ്റ്റർ കൊളീഷൻ ആയിരുന്നു. ഇത് നമുക്ക് കുറച്ച് കാര്യം നോക്കാം. ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ദ ബോഡി എ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന എഴുതി തരാം. ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഞാൻ ഡെൽറ്റ പി എന്നാണ് എഴുതുന്നുള്ളൂ, മൊത്തമായിട്ട് എഴുതുന്നില്ല. സംഗതി മനസ്സിലാക്കുക. എന്താണ്? മൊമെൻറ്റത്തിൽ എന്ത് ചേഞ്ച് വന്നു? ആർക്ക്? എ എന്ന് പറയുന്ന ബോഡിക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എ എന്ന് പറയുന്ന ബോഡി. ഈ എ എന്ന് പറയുന്ന ബോഡിക്ക് എന്താണ് മൊമെൻറ്റത്തിൽ ചേഞ്ച് വന്നത്? പി എ എന്നുള്ളത് പി എ ഡാഷ് 9. അപ്പോൾ അതന്നെ പി എ ഡാഷ് 9 മൈനസ് പി എ. ഇതാണ് അവിടുത്തെ ആ ഒരു ചേഞ്ച്. നമുക്ക് ചേഞ്ച് എന്താണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബോഡി ബി. ബി എന്ന് പറയുന്ന ബോഡിക്ക് എന്ത് മൊമെൻറ്റം ചേഞ്ച് ആണ് വന്നത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് സംഭവിച്ചത്. എന്താണ്? ദാ നോക്കൂ, പി ബി ഡാഷ് 9 പി ബി എന്നുണ്ടായിരുന്നത്. അപ്പോൾ പി ബി ഡാഷ് മൈനസ് പി ബി, ഇതായിരുന്നു ആ ചേഞ്ച്. ക്ലിയർ ആയോ? ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച്, കണ്ടില്ലേ എപ്പോഴും വരും ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് നോക്കി നോക്കൂ. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്ക് എന്തെന്ന് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നല്ലേ നമ്മൾ എപ്പോഴും എഴുതാറ്. ഇപ്പം ഇപ്രാവശ്യം നമുക്ക് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, എല്ലാം ഒരർത്ഥം തന്നെ. സോ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാൻ പോവാണ്. ഇതിൽ നിന്ന് ഡെൽറ്റ പി എന്തെന്ന് എഴുതാം? ചേഞ്ച് ഇൻ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഡെൽറ്റ പിക്ക് നമ്മളൊരു ഇക്വേഷൻ എഴുതുന്നു. എന്താണ്? ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ എഫ് ബൈ 1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നാണ്. അപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടി. ഇനി നമ്മൾ ഒരു കാര്യം പറയുകയാണ്.
ഫോഴ്സ് ഓഫ് എ ബി അതേപോലെ ഫോഴ്സ് ഓഫ് ബി എ എന്താണെന്നാണ് ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്. അതായത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫോഴ്സ് വേണം അല്ലേ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫോഴ്സ് വേണം. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഓഫ് എ ബി എന്താണ്, ഫോഴ്സ് ഓഫ് ബി എ എന്താണെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഫോഴ്സ് ഓഫ് എ ബി എഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ സിമ്പിളായിട്ടല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ചെറുതാക്കി എഴുതില്ലേ എന്തൊരു സാധനം, അപ്പോൾ അതിനെ നമ്മൾ വലുതാക്കി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ആ കാര്യം എന്നുള്ളത്. അപ്പോൾ എഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. മനസ്സിലായോ? ഇതറിയാത്തവരുണ്ടാവും, കാരണം ഇങ്ങനൊരു സംഭവം തന്നെ +1 നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. സോ ഫോഴ്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ഫോഴ്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, അതായത് ആരുടെ ഫോഴ്സാണ്? എൻ്റെ ഫോഴ്സാണ്. ബിയുമായി വെച്ച് നോക്കുമ്പോൾ, ബി കാരണം കൊണ്ട് അല്ലേ, ബി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫോഴ്സ് എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്നുകൂടെ എഴുതി തരാം. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ നമുക്ക് എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് എഴുതാം. എഫ് എ ബി ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് എ ബി ഇസ് ഈക്വൽ ടു എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് പറയണത്? ഫോഴ്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. അപ്പോൾ നമ്മൾ ആരെയാണ് എഴുതേണ്ടത്? എനല്ലേ എഴുതേണ്ടത്. ഒന്ന് ആ ഒരു സെൻറ്റൻസ് എന്താണെന്നുള്ളത് ഒന്നുകൂടി ചിന്തിച്ച് നോക്കിയേക്ക്. ഫോഴ്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെൽറ്റ പി ഡാഷ് എ മൈനസ് പി എ, പി ഡാഷ് എ മൈനസ് പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ഡെൽറ്റ പി ഓഫ് ബോഡി എ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഡാഷ് എ മൈനസ് പി എ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എഫ് എ ബി അതെന്തുകൊണ്ട് ഇത് വന്നു, എൻ്റെ കേസ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് അറിയുക. എന്തുകൊണ്ടാണ്? എഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ്. അപ്പോൾ നമ്മൾ എൻ്റെ കാര്യങ്ങളാണ് എഴുതിയത്. ഇനി ഇതേപോലെ നമുക്ക് എഫ് ബി എ എഴുതാം. എഫ് ബി എ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഓഫ് ബി, അപ്പോൾ പി ഡാഷ് ബി മൈനസ് പി ബി എന്ന് വരും. മനസ്സിലായോ? സോ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിന് നമുക്ക് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഓക്കെ. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താണ് പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം നമുക്ക് എന്തെന്ന് എഴുതാം? എഫ് എ ബി എന്ന് പറയുന്നത് മൈനസ് എഫ് ബി എ ആണെന്ന് എഴുതാം. എഴുതിക്കൂടെ? ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താണെന്ന് ആലോചിക്കുക. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടാണോ വരിക? അല്ല, ഒരിക്കലല്ല. നമ്മൾ നെഗറ്റീവാണ് വരിക അല്ലേ. നെഗറ്റീവ് ഓഫ് ദാറ്റ്. ഈക്വൽ ഒരിക്കലും വരില്ല. എഫ് എ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എഫ് ബി എ എന്നാണ് വരിക. എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്നാണ് നമ്മൾ നേരത്തെ എഴുതിയത്. അപ്പോൾ അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കിട്ടി വെച്ചിട്ടുണ്ട്. എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പി ഡാഷ് എ മൈനസ് പി എ എന്നും. ഇതൊക്കെ നേരത്തെ എഴുതിയതാണ്, ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതിയെന്നുള്ളിൽ എഫ് എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ എഫ് എ ബിൻ്റെ അർത്ഥം എന്താണ്? അങ്ങോട്ടേക്ക് പോകുന്നില്ല. എഫ് എ ബിൻ്റെ അർത്ഥം എന്താണ്? പി ഡാഷ് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ. ഈ ഒരു ഇക്വേഷനിൽ എഫ് എ ബിനെ എടുക്കുമ്പോൾ ഡെൽറ്റ ടി എന്ത് ചെയ്യും? ഈക്വൽ ടുൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? ഡിവിഷൻ വരും. മനസ്സിലായില്ലേ? അതേപോലെ എഫ് ബി എ നമുക്ക് എഴുതാം. എഫ് ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡാഷ് ബി മൈനസ് പി ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ രണ്ടെണ്ണം കൊണ്ടുപോയി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ കാര്യം. സോ പി ഡാഷ് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡാഷ് ബി മൈനസ് പി ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വന്നു, അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ പി ഡാഷ് എ മൈനസ് പി എ ഇസ് ഈക്വൽ ടു മൈനസ്, ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളല്ലേ, മൊത്തം മൈനസ് അല്ലേ. സോ മൈനസ് പി ഡാഷ് ബി, മൈനസും മൈനസും എന്താവും? പ്ലസ് ആവും. പ്ലസ് പി ബി, അതായത് പി ഡാഷ് എ ഈ മൈനസിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് പി ഡാഷ് ബി ഇസ് ഈക്വൽ ടു പി ബി, ഇവിടുത്തെ മൈനസ് പി എനെ റൈറ്റിലേക്ക് കൊണ്ടുവന്നു, പ്ലസ് പി എ.
പി ഡാഷ് എ പ്ലസ് പി ഡാഷ് ബി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ഇതല്ലേ നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണ് അല്ലേ? അപ്പോൾ പി ഡാഷ് എ പ്ലസ് പി ഡാഷ് ബി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. അതിനർത്ഥം ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ടോട്ടൽ, നോക്ക്, പി എ ഡാഷ് പി ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റമാണ്. പി എ പ്ലസ് പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊളീഷന് മുന്നേ ഉള്ള ടോട്ടൽ മൊമെൻറ്റമാണ് അല്ലേ? അപ്പോൾ കൊളീഷന് മുന്നേ ഉള്ള മൊമെൻറ്റം ഇസ് ഈക്വൽ ടു കൊളീഷന് ശേഷമുള്ള മൊമെൻറ്റം. ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അതല്ലേ പറഞ്ഞത്? മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്, ഇനീഷ്യൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ